ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ഇത് ഒത്തിരി സങ്കടമുള്ളൊരു വ്ളോഗാണ്. ഞാനൊരു കഥ പോലെ പറയാം. എല്ലാവരും പണിയെടുക്കുന്നവൻ്റെ പഠിച്ചോണ്ടെന്ന് പറയുന്ന ഈ നാട് വിട്ട് ദുബായ് വിട്ട് പോവുകയാണ് ഞാൻ. 2018 ഒരു ഒക്ടോബർ 8 കടം വാങ്ങിയതും കൂട്ടിവെച്ചതും പിന്നെ റിനി ചേച്ചി എടുത്തുന്ന ഒരു ടിക്കറ്റും കൊണ്ട് ഒത്തിരി സ്വപ്നങ്ങളായിട്ട് വന്നതായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ ആഗ്രഹിച്ചതിനപ്പുറം എനിക്ക് തന്ന ഒരു നാടാണിത്. അപ്പോൾ നാട്ടിലൊന്നും പോകാൻ സമയം ഉണ്ടായിരുന്നില്ല. ദുബായ് ടു കൈറോ ടു പിയേഴ്സൺ എയർപോർട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് മമ്മിയും അനീത്തിയും ഒന്നും വന്നില്ല, ആരോടും വരണ്ടെന്ന് പറഞ്ഞു ഫ്രണ്ട്സിനോടും. ഞാൻ 7 ദിവസം മാത്രമാണ് എയർപോർട്ടിൽ പോയത്. വരുന്നതിന് മുന്നുള്ള 2 ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല. മെയ് 1 എൻ്റെ ഫ്ലൈറ്റിന് ഏപ്രിൽ 29 വരെ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ നിന്നിരുന്ന ഫ്ലാറ്റും വെക്കേറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതും പിന്നെ എല്ലാം ടെൻഷനും പിന്നെ ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും വിട്ടു പോകുന്ന ഒരു വിഷമമായിരുന്നു. മനസ്സ് മുഴുവനും ഉറങ്ങിയിട്ടേ ഇല്ല. ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വരുമ്പോൾ എനിക്ക് ഇത്ര വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മമ്മി ഉണ്ടായിരുന്നു അവിടെ. നമുക്ക് പിന്നെ അവിടെയാണ് നമ്മുടെ വീട് അല്ലേ. പിന്നെ പോകുന്നിടത്ത് അറിയുന്ന ആരുമില്ല. ഐ എം ഓൺ മൈ ഓൺ. അപ്പോൾ ആദ്യം വിചാരിച്ചത് 2 മാസം കഴിയുമ്പോൾ എൽദോസിന് വരാൻ പറ്റുന്നതായിരുന്നു. പിന്നെയാണ് സ്പൗസ് വിസയ്ക്ക് പ്രശ്നമൊക്കെ ആയിട്ട് ഇനി 2 വർഷത്തേക്ക് എന്തായാലും ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടേ ഇനി എൽദോസിന് വരാൻ പറ്റുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ടിക്കറ്റൊക്കെ എടുത്തത്. സത്യം പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ അങ്ങ് പൊന്തുമ്പോൾ ശരിക്കും ചങ്ക് വരയ്ക്കുന്ന വിഷമമായിരുന്നു. എല്ലാവരും അവിടെ ഇട്ടിട്ട് വിട്ടുപോരുന്ന പോലെ. എൻ്റെ മമ്മി, ഹസ്ബൻഡ്, അനിയത്തി, എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ഞാൻ ആക്കിയത് ഈ നാടാണെന്ന് വേണം പറയാനായിട്ട്. ഇത്രയും നാൾ അവിടെ നിന്നിരുന്ന നല്ല ഓർമ്മകളൊക്കെ ഇങ്ങനെ ഫ്ലാഷ് ഓഫ് സെക്കൻഡ്സിൽ ഇങ്ങനെ മനസ്സിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ എന്തോ അവിടെ വിട്ടിട്ട് ഞാൻ പോവാണെന്നുള്ളൊരു ഫീലായിരുന്നു ശരിക്കും. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് എല്ലാം മാറിയിട്ട് കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത കുറച്ച് ഫോട്ടേജസ് ആണ് ഇനി. I do expect light to moderate turbulence all the way to Cairo, so I will keep the seat belts on. So once again, enjoy your flights. Thank you. ഫ്ലൈറ്റ് കൺട്രോൾ ഇല്ലാതെ 1-2 തവണ ഇങ്ങനെ താഴേക്ക് പോയായിരുന്നു. ശരിക്കും ഒരു റോളർ കോസ്റ്ററിൽ ഇരിക്കുന്നിട്ട് താഴോട്ട് പോകുന്ന പോലെ. അപ്പോൾ ഫ്ലൈറ്റിലൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഈജിപ്ഷ്യൻ ലേഡി ഉണ്ടായിരുന്നു. അവരാദ്യം കരച്ചിൽ തുടങ്ങി. പേടികൊണ്ടാണ് അവരെന്തൊക്കെയോ വിളിച്ചു പറയായിരുന്നു ഇംഗ്ലീഷിൽ. ലൈക്ക് ഐ എം പ്രഗ്നൻ്റ്, ഐ എം സ്കേർഡ്, സ്റ്റോപ്പ് ദ പ്ലെയിൻ എന്നൊക്കെ. പക്ഷേ പിന്നെയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ പിള്ളേർ കരച്ചിലായി. പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും കരച്ചിൽ തുടങ്ങി. അപ്പോൾ അനുഭവിച്ച ഒരു ടെൻഷൻ ഉണ്ടല്ലോ. കാരണം ആർക്കും മനസ്സിലാവുന്നില്ല എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലെങ്കിലും ഈ എല്ലാവരും ഓളിയിട്ട് കരച്ചിലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ള ധൈര്യം എല്ലാം പോയി. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയത് ഇതിനായിരുന്നു ദൈവമേന്ന്. എന്താ സംഭവിക്കുന്നതെന്നും അറിയില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മുറുക്കി പിടിച്ചിരിക്കുക. എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ കൊന്തയും എൻ്റെ മാതാവിൻ്റെ ഫോട്ടോയും പിടിച്ച് ഞാൻ എങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഫുട്ടേജ് എല്ലാം ഇതെല്ലാം കഴിഞ്ഞ് അനൗൺസ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്ത് എടുത്ത ഫുട്ടേജാണ്. കാരണം ആ സമയത്ത് വീഡിയോ എടുക്കാൻ പോയിട്ട് എനിക്കറിയില്ല എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് അപ്പോൾ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഇങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്. എനിക്ക് എന്തെങ്കിലും പറ്റിയാലും എൻ്റെ ദിവസം എങ്ങനെ അറിയും ഞാൻ എങ്ങനെ മരിച്ചെന്ന്, അല്ലെങ്കിൽ എങ്ങനെ ഇതായിരുന്നു. ആ ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ എൻ്റെ മനസ്സിൽ കൂടി പോകുന്ന തോട്ട്സ്, അയ്യോ എനിക്ക് പറയാൻ വയ്യ എന്തൊക്കെയാണ് ഞാൻ ചിന്തിച്ചു കൂട്ടിയത്. ഫുഡൊന്നും വരെയൊക്കെ കഴിച്ചേ ഇല്ല. കാരണം എൻ്റെ മനസ്സിന് മുഴുവൻ എനിക്ക് കയറോ എത്തണം, ഫോൺ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് വീട്ടിലോട്ട് വിളിക്കണം, അവരോടൊന്ന് സംസാരിക്കണം എന്നല്ലാതെ എനിക്ക് എങ്ങനെയെങ്കിലും എൽദോസിനോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. എൻ്റെ വിഷമം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കെടുത്ത് കാനഡ നോക്കും, ഇടയ്ക്ക് കേരളത്തിൽ പോയിട്ട് തൃശ്ശൂർ നോക്കും. പൈലറ്റ് അനൗൺസ് ചെയ്ത പോലെ നമ്മുടെ വില്ലൻ ടർബുലൻസ് ആയിരുന്നു. അപ്പം എൻ്റെ വീഡിയോസ് ഞാൻ വരുന്നതിന് 2-3 വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം UAE ഭയങ്കര മഴയും ഫ്ലഡൊക്കെ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്തും ഞങ്ങൾക്ക് അന്ന് വരുന്ന സമയത്തും അന്ന് മഴ ഉണ്ടായിരുന്നു വൈകിട്ട്. അപ്പോൾ മഴ കാരണമായിരുന്നു ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ കയറോ എത്താറായി. കയറോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും ആശ്വാസമായത്. ഫ്ലൈറ്റ് ഇറങ്ങിയതും ആൾക്കാർ കയ്യടി ബഹളമായിരുന്നു ഫ്ലൈറ്റിൽ. അയ്യോ അതൊരു റിലീഫ്. കയറോ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മലയാളി ഫാമിലിനെ കിട്ടി. പിന്നെ അവരുടെ കൂടെയായിരുന്നു ലേവറിൻ്റെ സമയത്ത് ഞാൻ ഇടുന്നിരുന്നൊക്കെ. ഒരു ചേച്ചിയും ചേട്ടനും അവരുടെ 2 മക്കൾ ആൺകുട്ടികൾ. ആ ചേച്ചി പറയാ ഞാൻ ഇനി എൻ്റെ മക്കളെ കാണില്ല എന്ന് വിചാരിച്ചായിരുന്നു. അതുപോലെ പേടിച്ചു പോയിന്ന്. പിള്ളേരൊക്കെ കരച്ചിലായിരുന്നു. വളരെ ശോകാവസ്ഥയായിരുന്നു കൈറോ എയർപോർട്ട്.
ഒത്തിരി ആൾക്കാർ പാക്ഡായിട്ട് ഒരു വൃത്തിയില്ല, ഇരിക്കാൻ വരെയൊക്കെ ഒരു സീറ്റില്ല, ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല, വൈഫൈ കണക്റ്റ് ആവുന്നില്ല. എനിക്കൊന്ന് വീട്ടിലോട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആകെ വിഷമിച്ചു പോയി. ഞാനിവിടെ എത്തിയെന്നെങ്കിലും വീട്ടിൽ അറിയിക്കാനായിട്ടും ഒരു വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈജിപ്ഷ്യൻ എയർവേസിൻ്റെ തന്നെ അടുത്ത ഒരു ഫ്ലൈറ്റിൽ കയറി. അതൊരു വലിയ ഫ്ലൈറ്റ് ആയിരുന്നു. അതിൽ കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് ഉറങ്ങിയതെന്ന് പറയാനായിട്ട് ഒന്ന് റിലീഫായിട്ട്. അപ്പോഴും പേടിയായിരുന്നു, ഇനി പോകുന്ന മുഴുവൻ കടലിൻ്റെ വെളിയിൽ കൂടിയാണല്ലോ എന്നുള്ള പേടി. ഞാൻ ഇടയ്ക്ക് ഉറങ്ങും, എണിക്കുമ്പോൾ ഒക്കെ മാപ്പാണ് നോക്കുന്നത്, എവിടെ എത്തി, ഇനി എത്ര ദൂരമുണ്ട്, ഇപ്പോഴും കടലിൽ തന്നെയാണോ, കരയെത്താറാവോ. പക്ഷെ 9 മണിക്കൂർ ഇരിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ എണീറ്റത്തൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ വാഷ്റൂമിൽ പോകാൻ വേണ്ടി മാത്രമാണ് എണീറ്റ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ട്രോമയായി എനിക്ക് ഓൾറെഡി. എനിക്കറിയില്ല, എനിക്ക് ഇനി ഫ്ലൈറ്റിൽ കയറുന്ന കേൾക്കുമ്പോഴേ പേടിയാണ്. പിന്നെ ഇതുപോലെ ഇപ്പോൾ കുറേ ഫ്ലൈറ്റ് ആക്സിഡൻസും കൂടിയൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ ഞാനടി എത്തി താഴോട്ട് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഞാനിനി ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ഇത് കണ്ടിട്ട് കൊച്ചി എയർപോർട്ടിലാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം അതുപോലത്തെ ഒരു വ്യൂ ഒക്കെ. ലാൻഡ് ചെയ്ത് സ്റ്റഡി പെർമിറ്റ് ഒക്കെ അടിച്ചു കിട്ടി. ഞാനങ്ങനെ ഗ്രൂപ്പ് വഴിയിട്ട് ഒരു കുട്ടി എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ സിമ്മൊക്കെ എടുത്തു. പിയേഴ്സിന് എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച എയർപോർട്ട് കുറച്ചും കൂടെ വലുതായിരിക്കും എന്നായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഇനി അവിടെയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ ബൈ. കഥ തുടരും.